നാരായണ 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 വക്രതുണ്ടായ നമഃ ദന്തായ നമഃ കൃഷ്ണപിംഗാക്ഷായ നമഃ ഗജവക്ത്രായ നമഃ ലംബോദരായ നമഃ വികടായ നമഃ ധൂമ്രവർണായ നമഃ ഭാലചന്ദ്രായ നമഃ വിനായകായ നമഃ ഗണപതയേ നമഃ ഗജാനനായ നമഃ ഓം ഗംഗണപതയേ നമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനുന്തേ ചരിതൈസ്തുതീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മത്തിനെപ്പോഴെല്ലാം ഉടവുപെടും ഉടൻ ഭൂതലേ ജാതനായി ശർമ്മം സർവർക്കുമേകും സരസിജനയനൻ വാതകേഹാധിനാഥൻ. ഇമ്മന്നിൽ ഭക്തിമാർഗം കനിവുടരുളുവാൻ വാഴകുന്നത്തു സാക്ഷാത് ധർമ്മജ്ഞൻ വാസുദേവദ്വിജഗുരുവരനായി വന്നു ശോഭിച്ചു വാരം. വാഴകുന്നം ഗുരുവരൻ വാസുദേവദ്വിജോത്തമൻ വാതാലയേശ സൽഭക്തൻ വെൽവൂ വിശ്വൈക വിശ്രുതൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാഖഹരം വിദു. ഉണ്ണിഗണപതിയുടെ തിരുമുമ്പിൽ ശ്രീ മടിയൂർ ശങ്കരൻ നമ്പൂതിരി അവരുടെ സ്മരണയിൽ നമ്മളെല്ലാവരും വന്നു ചേർന്ന് ഭാഗവത അമൃതം വാരിക്കോരി കുടിക്കുകയാണ്. അതിന് ഉണ്ണിഗണപതി നമുക്ക് സിംബോളിക്കായിട്ട് എന്ന് പറയാറില്ലേ ഒരു ദർശനം തന്നത്, ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തി ചെവിയാട്ടി ആനന്ദം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അടയോ എന്തൊക്കെ ആച്ചാൽ പകർന്നു കൊടുത്ത് പാലോ വെണ്ണയോ എന്തൊക്കെ ആച്ചാൽ ഇങ്ങോട്ടും സ്വീകരിച്ച് സുഖമായിട്ട് കഴിയുന്ന ഒരു ദിവ്യ ചിത്രം, ഒരു ദിവ്യ ദർശനം, ലോകത്തെങ്ങും കാണാത്ത ഒരു ദിവ്യ ദർശനം നമുക്കിവിടെ മടിയൂരപ്പൻ കാണിച്ചു തരുന്നുണ്ട്. ഉണ്ണിഗണപതിയെ സേവിച്ച് 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 ഉണ്ണിഗണപതിയുടെ മടിയിൽ തന്നെ ശ്രീ ഗുരുവായൂരപ്പനെ ഭാഗവത സ്വരൂപനെ പ്രതിഷ്ഠിച്ച് കാണാൻ ഭാഗ്യം കിട്ടിയ മഹാനുഭാവൻ. നമുക്കും വേറൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം മാറി 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 വരുന്ന ചുറ്റുപാടുകളിലും ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ കാറ്റ് നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ ഫാൻ കൊണ്ടു നടക്കാറുണ്ട്. രണ്ട് ഭാഗത്തും രണ്ട് ഫാൻ ഒപ്പം വെച്ചിട്ടും മതിയാവാതെ പിന്നെയും വീശൽ കൊണ്ട് വീശൽ. എന്താണ് നമ്മുടെ ചുറ്റുപാടുമുള്ള സംസാരത്തിൻ്റെ ചൂട്. ഭക്ഷണം വേണം, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, ദേവാസുര വ്യത്യാസമില്ല, മിത്രശത്രു വ്യത്യാസമില്ല. സകല ജീവജാലങ്ങൾക്കും പോഷണം 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 പോഷണം, പോഷിപ്പിക്കല്, വളർത്തി വലുതാക്കി കൊണ്ടുവരല്. അത് ഭഗവാന്റെ വാത്സല്യമാണ്. അമ്മ നല്ല കുട്ടികൾക്കൊക്കെ വേണ്ടത് കൊടുക്കും. തൈരൂട്ടി ഉരുള, ചോറ്, നെയ്യ് കൂട്ടി ഉരുള, വെണ്ണ കൂട്ടിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ കഥയിൽ നമ്മൾ പാട്ട് പാടാറില്ലേ, നറുനൈ കൂട്ടിയൂരുട്ടിയിട്ടും നല്ലൊരു റതയിർ കൂട്ടി ഊരുട്ടിയിട്ടും വറുത്തോരു പേരി പതിച്ചിട്ടും ഈ രണ്ടുരുളയും എൻ്റെ മുരളിയും തരികായെന്നങ്ങാലട്ടി ചാഞ്ചാടി
തരസാ കണ്ണൻ പുറപ്പെട്ടു. ഭാഗവതക്കുട്ടൻ പുറപ്പെടുമ്പോഴൊക്കെ യശോദയാകുന്ന അമ്മ ആ ഉണ്ണി പറയണ പോലെയൊക്കെ പലതരം ചോറുരുളകൾ ഉണ്ടാക്കി വെക്കും ഉറിയിൽ. ഇതും കഴിച്ചോളൂ കേട്ടോ ഉണ്ണി, ദാ അത് കഴിഞ്ഞിട്ട് കൂട്ടാൻ കൂട്ടിയത്, ഉപ്പേരി കൂട്ടിയത്, വെണ്ണ കൂട്ടിയത്, നെയ്യ് കൂട്ടിയത്, തൈര് കൂട്ടിയത്. അപ്പം അമ്മേ പാൽച്ചോറോ, അയ്യോ പാൽച്ചോറ് ദാ അത് വേറെ. ഇങ്ങനെ വിഭവങ്ങൾ ഒരേ ചോറും കൂട്ടാനും ഉപ്പേരിയും തൈരും മോരും വെണ്ണയും പാലും ഒക്കെ ആയിട്ട് പലതരം സ്വാദിഷ്ടമായ കിടാവിനെ ഊട്ടാൻ അമ്മ തയ്യാറായിട്ടുണ്ടാവുന്നർത്ഥം. അതും കൊണ്ടാണ് ഗുരുവായൂരപ്പൻ എന്നും ലീലയ്ക്ക് യാത്രയാവുക. അതുപോലെ നമുക്കും ഉണ്ണിഗണപതിയുടെ മുമ്പിൽ വരുന്നവർക്കൊക്കെ ഏത് തരക്കാർക്കും സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഭഗവാൻ ഇവിടെ നൽകണം. വ്യത്യസ്തമായ കഥകളിലൂടെ ഇതാ ഇവിടെ അഷ്ടമസ്കന്ധത്തിലെ ആദ്യ കഥ അതാണ് അജാമിളമോക്ഷം. അതിനൊരു കാരണം ഇവിടെ പറയണത് കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. പഞ്ചമസ്കന്ധത്തിൽ പറയാത്തതൊന്നുമില്ല. സ്ഥാനം എന്നുള്ള പുരാണ ലക്ഷണം ഉപയോഗിച്ച് പഞ്ചമസ്കന്ധത്തിൽ എന്തൊക്കെ 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 അതല വിതല സുതല തലാതല മഹാതല രസാതല പാതാളാദികൾ, പിന്നെ ഭൂഗോളം, ജ്യോതിർഗോളം, ഏതാ ജ്യോതിർഗോളത്തിലെ ഏതൊക്കെ ഏതൊക്കെ താരങ്ങൾ നക്ഷത്രങ്ങൾ ഉണ്ടോ അതൊക്കെ അവരുടെ സ്ഥാനങ്ങൾ, ഇന്ന് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ധ്രുവലോകം, ഇതൊക്കെ ഭൂമിയിലെ കോടാനുകോടി പർവ്വതങ്ങൾ, പുഴകൾ, മരങ്ങൾ, ചെടികൾ ഇങ്ങനെ ഞങ്ങൾ വർണ്ണിച്ചാൽ പഞ്ചമസ്കന്ധം അത്ഭുതമാണ്. ഭക്തശിരോമണി വാഴകുന്നത്തിൻ്റെ പാട്ടിൽ പറയുന്നുണ്ട്, ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധം പഞ്ചമവാർപ്പിലെ ഗദ്യപ്രവാഹമാം പഞ്ചാരപ്പായസമുണ്ണും. പിന്നെ കുഞ്ചതമ്പ്യാർക്ക് അമ്പലപ്പുഴ പഞ്ചാരപ്പായസം അതിനോടൊരു മമത അധികമുള്ളതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കത്രേ, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഈ വലിയ ചരക്കിൽ പായസം ഉള്ളപ്പോൾ മുക്കിയും പൊക്കി എടുക്കാമോ? അതാത്രേ എൻ്റെ മോഹം. കുഞ്ചുനമ്പ്യാർ പറയുക, തീറ്റക്കൊതിയന്മാരെ കളിപ്പിക്കാൻ പറയണതാണ് എങ്കിലും അതിനുണ്ട് ഒരു ഫലിതം നൃത്തം. അപ്പോൾ ഇതുപോലെ പഞ്ചാരപ്പായസത്തിൻ്റെ വളരെ വലിയ ചരക്കിൽ തന്നെയും കൂടി മുക്കണേന്ന് പ്രാർത്ഥിക്കണ പോലെയാണ് ഭാഗവതം. ഷഷ്ഠസ്കന്ധത്തിലെ നാമമാഹാത്മ്യം, ഭഗവാന്റെ തിരുനാമമാഹാത്മ്യങ്ങളാകുന്ന പഞ്ചാരപ്പായസത്തിലേക്ക് നമ്മളെയൊക്കെ പാടെ കൊണ്ടുവന്നിട്ട് കുളിർപ്പിക്കണു, കൊതിപ്പിക്കണു, ആനന്ദിപ്പിക്കണു. അതാണ് ഇവിടെ കഥ. അപ്പോൾ പഞ്ചമസ്കന്ധത്തിലെ ഓരോ സ്ഥാനത്തിനും കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞതാണ്, ഇന്നലെ പറഞ്ഞതുമാണ്, നെച്ചൂർ സ്വാമികൾ ഓർമ്മിപ്പിച്ചതാണ്. എന്തൊക്കെ സ്ഥാനങ്ങൾ. പക്ഷികളുടെ പേര് പറയുമ്പോൾ കുരങ്ക, കുരര, കുരുശുംഭ, വൈകങ്കത്രികൂട്, ശിശിര, നിഷങ്ക, ശിഥിനീവാസ, കപിലശംഖു, വൈഡൂര്യജാർദിഹാർഷഭ, നാഗാലങ്കഞ്ചര, കാലദാതൻ, കാലഞ്ചര, നാരദ, ആദയ, പർവ്വതങ്ങളുടെ പേരുകൾ. പിന്നെ പുഴയുടെ 44 പുഴയുടെ പേര് എണ്ണി നോക്കിയാൽ നമുക്ക് കിട്ടും. ശ്രീശുകൻ കണ്ണടച്ച് ഒറ്റ ശ്വാസത്തിൽ പറയാനുണ്ട്. എന്തൊരു കഥയാ! ഇങ്ങനെയുള്ള പർവ്വതങ്ങൾ, ഇങ്ങനെയുള്ള പുഴകൾ, മഹാനദ്യ പരീക്ഷിത്തെ ഭാരതത്തിൽ നിറഞ്ഞു നിൽക്കണു. ഏത് നദി പറഞ്ഞാലും അതിൻ്റെ തീരത്ത് ഒരു ക്ഷേത്രം ഭഗവത് സാന്നിധ്യം ഉണ്ടാവും. ഏത് പർവ്വതം പറഞ്ഞാലും അടുത്ത് ഒരു ഭഗവത് സാന്നിധ്യം ഉണ്ടാവും, ഇല്ലേ? അങ്ങനെയുള്ള പർവ്വതങ്ങളും പുഴകളും നിറഞ്ഞ നമ്മുടെ ഭൂമി, ഭാരതഭൂമി, അത് പ്രത്യേകം അഭിമാനത്തോടെ മമതയോടെ പറയണമെന്നാണ് ശ്രീശുഖം പറയണത്. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഒരു പാസ്പോർട്ട് സംഘടിപ്പിച്ച് ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി. എന്താ ഫോറിൻ സൗകര്യങ്ങൾ ഓരോന്ന്, എന്താ ഇപ്പം ചെയ്യുക? കുഞ്ഞുണ്ണി മാഷ് കളിയാക്കി പറയണില്ലേ, അങ്ങനെ ഫോറിൻ സൗകര്യം എല്ലാവരും പറയണ കേട്ട് ഞാനും എൻ്റെ ഫോറിനാക്കി എന്നാണ് എൻ്റെ കാര്യങ്ങളുമൊക്കെ ഫോറിനാവാൻ വേണ്ടി വിദേശത്ത് പോയിട്ടൊരു കല്യാണം കഴിച്ചു വന്നു എന്നൊക്കെ കുഞ്ഞുണ്ണി മാഷ് വെറുതെ പറയുന്നുണ്ട്. അദ്ദേഹം ഉണ്ടായതല്ലെങ്കിലും അങ്ങനെ ചെയ്യുന്ന ആളുകളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്.
അതുകൊണ്ട് ഞാൻ ഫോറിൻ താമസം, വിദേശത്ത് താമസാക്കി അവിടെയുള്ളൊരു പെണ്ണിനെ കെട്ടിക്കഴിയുക എന്ന് പറയണമെങ്കിൽ എന്താ, ഫോറിൻ ഭ്രമം അത്ര കണ്ടായി നമുക്കൊക്കെ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇതുപോലെ നമുക്കൊക്കെ ഭാരതം കഴിഞ്ഞ് ബാക്കിയൊക്കെ ഫോറിനാണല്ലോ. അതല പിതല സുതല തലാതല മഹാതല രസാതല ആദി പാതാളാദീനി. ആ ലോകത്തോ ദേവേന്ദ്രൻ നാണിക്കും തലയൊറിഞ്ഞ് ഇടയ്ക്ക് ഭഗവാനോട് ചോദിക്കട്ടേ, എൻ്റെ ശത്രുവായ മഹാബലിക്ക് ഇവിടുന്ന് സുതലലോകം കൊടുത്തു, എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരാഴ്ചയെങ്കിലും ഞങ്ങൾക്ക് ദേവന്മാർക്കും ആ സുതലലോകത്തൊന്ന് താമസിക്കാൻ അനുവാദം തരുമോ? കൊടുത്തിട്ടില്ല ഗുരുവായൂരപ്പൻ ഇന്നേ വരെ. അത് ദേവേന്ദ്രൻ്റെ ശത്രുവായിട്ട് ദേവേന്ദ്രൻ എപ്പോഴും കരുതുന്ന മഹാബലിക്ക് കൊണ്ടു കൊടുത്തു. സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം. സ്വർഗവാസികൾ 33 കോടി സ്വർഗവാസികൾ ഒപ്പിട്ട കടലാസ് എൻ്റെ കയ്യിലുണ്ട്. മഹാബലെ, ഞാൻ അവർക്ക് ഇത് അനുവദിച്ച് കൊടുത്തിട്ടില്ല. അത് അങ്ങയ്ക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സ്വർഗവാസികളുടെ 33 കോടി കടലാസ് എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടും ഞാൻ അവർക്ക് സുതലത്തിലേക്ക് പ്രവേശനം കൊടുത്തിട്ടില്ല. അങ്ങ് വേണം അവിടെ താമസിക്കാൻ എന്നാണ്. അത് ഞാൻ അഷ്ടമസ്കന്ധത്തിൽ കേൾക്കാം ആ കഥ. സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം. അപ്പോൾ ആ സുതലലോകത്തെ വർണ്ണിക്കുന്നിടത്ത് ഭഗവാന്റെ പാദം അവിടെ എപ്പോഴും ഉണ്ട് എന്ന് വ്യക്തമാക്കാൻ രാവണൻ ചെന്ന കഥ പറയാറില്ലേ? രാവണൻ യാതൊരു കുശലം കൂടാതെ ദിഗ്വിജയമാണ് എൻ്റെ, എല്ലാവരും എന്നെ ശരണം പ്രാപിച്ചോളണം എന്നും പറഞ്ഞു ചെന്നു. ശരണം പ്രാപിക്കാത്തവരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ മഹാബലി വന്നിട്ടില്ല. ആഹാ, അങ്ങനെയുണ്ടോ? എന്നാൽ ഞാൻ എന്നും പറഞ്ഞു പാവം രാവണൻ ചെന്നു അത്രേ സുതലലോകത്തിലേക്ക്. മഹാബലിയുടെ കാവക്കാരുണ്ടല്ലോ അവിടെ, ആരോ നമുക്കറിയാം. ഒരു ഓലക്കുളയും ഒരു വടിയും ഒരു കുഞ്ഞിക്കിണ്ടിയും ഛത്രം സദണ്ഡം സജലം കമണ്ഡലും വിവേശബിഭ്രത് ധരിച്ചുകൊണ്ട് ഒരു ഉണ്ണി കാവക്കാരൻ. ആ ഗൂർഖാസിൻ്റെ മുറി വലിയ വലിയ കെട്ടിടങ്ങളുടെ ഗോപുരത്തിൻ്റെ ഗേറ്റിൻ്റെ 2 സൈഡിലും ചിലപ്പോൾ ഉണ്ടാവും. അതുപോലെ ഗൂർഖാസിൻ്റെ മുറിയിൽ ഈ ഗൂർഖാസ് ഉണ്ണിക്കണ്ണൻ വാമനമൂർത്തി ഉണ്ട്. കൂസന് കൂടാതെ അങ്ങോട്ട് കടക്കാൻ ഭാവിച്ചപ്പോൾ ഈ ഉണ്ണി ചോദിച്ചു അത്രേ, എങ്ങടാ 10 തല 20 കയ്യൊക്കെ ആയിട്ട് വന്നത്? ആരാ? രാവണനോട് ആരാന്ന് 10 തല 20 കയ്യും കണ്ടിട്ട് മനസ്സിലാവാതെ രാവണൻ പറഞ്ഞു, ഞാൻ ദിഗ്വിജയത്തിന് വന്നതാണ്, മഹാബലിയെ തോൽപ്പിക്കാമെന്നതാണ്. ഈ ഉണ്ണി പറഞ്ഞു, ഞാൻ മഹാബലിയുടെ കാവക്കാരനാണ്, എന്നെ തോൽപ്പിച്ചിട്ടെ എൻ്റെ യജമാനനെ തോൽപ്പിക്കാൻ പുറപ്പെടാൻ അകത്തേക്ക് കിടക്കാൻ ഞാൻ അനുവദിക്കുള്ളൂ. അറച്ചു രാവണന്. തൻ്റെ മുമ്പിൽ വണ്ടിനോളം വലിപ്പമില്ലാത്ത ഒരു ജന്തു എന്നെ തോൽപ്പിക്കണമെന്നും പറഞ്ഞ് നിൽക്കണു. രാവണൻ അവഗണനയോടെ കടക്കാൻ ഭാവിച്ചതേ ഓർമ്മയുള്ളൂ. ഭാഗവത്തിൽ പറയണു, ദശകന്ധരോ യോജന ആയുധ 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 ആയുധം ദിഗ്വിജയെ ഉച്ചാടിത തേന അങ്കുഷ്ഠേന. ഈ വാമനമൂർത്തിയുടെ കാലിൻ്റെ അറ്റം കൊണ്ട് ഒന്ന് എറ്റിപ്പിഴിക്കും. രാവണൻ ആകാശത്ത് കൂടെ ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് കൃത്യം ലങ്കയിൽ, ഇന്ത്യയുടെ തലപ്പത്ത സിലോൺ ഉണ്ടായത് കൊണ്ട് കൃത്യം അവിടെ ലങ്കയിൽ ചെന്ന് വീണു. ബോധം വന്നപ്പോൾ ആദ്യം എണീറ്റ് കയ്യും കുത്തി 4 പാട് നോക്കി, എവിടെയാ താൻ? വാമനമൂർത്തി എന്നൊരുത്തര കുട്ടിയെ കണ്ടത് ഓർമ്മയുണ്ട്, പിന്നൊന്നും ഓർമ്മയില്ല. തലയിറ്റിൽ മാറി രാവണൻ കയ്യും കുത്തിയിരുന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ കഥകളിക്കാരുടെ കയ്യിലുണ്ടല്ലോ ഒരു സാധനം, അതുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ അവരുടെ മുഖത്ത് വല്ല കുഴപ്പമുണ്ടെങ്കിൽ കാണാം. ഇതുപോലെ രാവണൻ തൻ്റെ മുഖം എല്ലാം അവിടെ ഇല്ലേ, ഓരോന്നും തപ്പി നോക്കി. 20 കൈയുണ്ട്, 10 തലകളും തപ്പി നോക്കി യഥാസ്ഥാനത്തുണ്ട് എന്ന് ഉറപ്പാക്കി. കുറെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ പല്ല് പോണ പോലെ ഇടയ്ക്ക് ഒരേ തലയില്ലെങ്കിൽ രാവണന് പിന്നെ എന്ത് ഭംഗിയാണുള്ളത്. അപ്പം അതുകൊണ്ടാണ് പേടിച്ച് അവിടെ ഇരുന്ന് തന്നെ നോക്കിയത്. 10 തലയുണ്ട്, കുഴപ്പമൊന്നുമില്ല, എണീറ്റ് എങ്ങടാച്ചാൽ പോവാം. ആ ഒരവസ്ഥയിലേക്ക് ആക്കി. എങ്ങനെ? അങ്കുഷ്ഠേന. മഹാബലിയുടെ കാവക്കാരൻ്റെ കാലിൻ്റെ തലപ്പോണ്ടുള്ള ഏറ്റു അപ്പോഴേക്കും. അതാണ് ഭഗവാന്റെ വാമനമൂർത്തിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്ന സുതലലോകം.
ആ സുതരലോകം സ്വർഗാദപ്യധികാമഭോഗൈശ്വര്യാനന്ദഭൂതി സുസമൃദ്ധ ഭവനോദ്യാനക്രീഡവിഹാരേഷു ദൈത്യദാനവകുലകാദ്രവേയാ നിത്യപ്രമുദിതാനുരക്തകളത്രാപത്യബന്ധുസുഹൃദനുചരാ ഗൃഹപതയ ഈശ്വരാദപ്യപ്രതിഹതകാമാ നിവസന്തി. ദൈവം പോലും ഞങ്ങൾക്ക് പുല്ലാണ് എന്നൊക്കെ തോന്നുത്രേ ഈ സുഖം കട അനുഭവിക്കുമ്പോഴേ. ചിലർക്ക് തലയ്ക്ക് പിടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, തലയ്ക്ക് മത്ത് പിടിച്ചാൽ പിന്നെ എന്ത് ദൈവം തമ്പുരാന്നൊന്നും പറയാൻ ഒരു മടിയുണ്ടാവില്ല ഏത് സഭയിൽ വെച്ചും. ഇതൊക്കെ ചിലപ്പോൾ അവിടെ സുതരലോകത്തും അസുരന്മാർക്ക് സംഭവിക്കാറുണ്ട്. അതൊക്കെ ഓർമ്മിപ്പിച്ചു സുതരലോകത്തിൻ്റെ യോഗ്യത കൊണ്ട്. അതൊക്കെ പഞ്ചമസ്കന്ധത്തിൻ്റെ കേമത്തങ്ങളായിട്ട് വർണ്ണിച്ചു. പിന്നെയാണ് ശ്രീശുകൻ സുതലം, പാതാളം, പിന്നെ പരീക്ഷിത്തെ. പഞ്ചമസ്കന്ധത്തിലെ ഒരു ദിവ്യരംഗമാണ് സാക്ഷാൽ അനന്തമൂർത്തിയുടെ ലോകം. അതും വർണ്ണിക്കാണ്ട് വയ്യ. അതും കൂടി ശ്രീശുകൻ വർണ്ണിച്ചു. ശ്രീശുകൻ്റെ ഭക്തി പുരസ്സരമായ വർണ്ണനയാണ് അനന്തൻ്റെ ലോകം. സാക്ഷാൽ ബലരാമേട്ടനാണ് അവിടെ അനന്തനായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ലോകത്തിന് മുഴുവനും ലോകാനാം സ്വസ്ഥയ ആസ്തയെ, സ്വസ്തി നൽകാൻ വേണ്ടിയാണ് അനന്തമൂർത്തി നീണ്ടു നിവർന്ന് കിടക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ നാരദ, തുമ്പുരു പ്രഭൃതികൾ, അങ്കിരസ് തുടങ്ങിയവർ എന്നും അനന്തമൂർത്തിയുടെ നാലുപാടും ചുറ്റി കറങ്ങി അവിടുത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയും ധൃതരാഷ്ട്രൻ്റെ പൂർവ്വജന്മകഥ പറയുമ്പോൾ അനന്തമൂർത്തിയുടെ സ്തുതിയും ഒക്കെ നമുക്ക് വീണ്ടും കേൾക്കാം സന്ദർഭോചിതം. ഇപ്പോൾ പഞ്ചമസ്കന്ധത്തിൽ വർണ്ണിച്ച അനന്തമൂർത്തിയുടെ കാര്യം പറഞ്ഞു. അതും കൂടി പറഞ്ഞിട്ടാണ് നരകലോകം വർണ്ണിച്ചത്. ഭഗവാന്റെ ലോകം എല്ലാം കഴിഞ്ഞോ വർണ്ണന? ഉവ്വ്. അപ്പോൾ പരീക്ഷിച്ച് ചിരിച്ചുകൊണ്ട് പറയേ, ഈ നരകം എന്നൊരു ലോകം ഇല്ലേ? ഇവിടുന്ന് ഇപ്പം അത് മാത്രം പേരെടുത്ത് പോലും വർണ്ണിച്ചില്ല. ചിലതൊക്കെ പേര് പറഞ്ഞാൽ തന്നെ വർണ്ണിച്ച പോലെ വിചാരിച്ചോളണം, സമയമില്ല എന്ന് ശ്രീശുകൻ ഇടയ്ക്കിടയ്ക്ക് പറയും. 7 ദിവസം ആയുസ്സുള്ള ആളുടെ മുമ്പിൽ ഭഗവാൻ കൃഷ്ണകഥകൾ പറയാൻ വേണ്ടി തുടങ്ങിയിട്ട് ഭാഗവത സപ്താഹത്തിലെ 2-ാം ദിവസമാണ് അത് പഞ്ചമസ്കന്ധം വർണ്ണിക്കേണ്ടത്. ആ 2-ാം ദിവസം ഇത്രയായിട്ടും പഞ്ചമസ്കന്ധം ആയില്ല. അത് 3-ാം ദിവസം ആയാലും ആവില്ല എന്ന് വെച്ചാലോ? അങ്ങനെ ആയാൽ പറ്റുമോ? അപ്പോൾ വേഗം പറയുകയാണെന്നും പറഞ്ഞ് വർണ്ണിച്ചു ശ്രീശുകൻ. നരകം പറയണ്ടല്ലോ അങ്ങോട്ടെന്ന് വിചാരിച്ചാൽ പറയാൻ അല്ല, പറയണം. 28 കോടി നരകങ്ങളുണ്ട്. അത് പറയാൻ പേര് പോലും പറയാൻ സമയം കിട്ടില്ല, തീർച്ചയല്ലേ? ആ സമയത്ത് 28,000 നാമം നമുക്ക് ചോദിക്കാൻ സാധിച്ച ഭാഗ്യം. അപ്പം 4 നരകം വർണ്ണിച്ചു. 28 കോടിയിലെ 28 സ്ഥലം. അവിടെ അനവധി ചാക്കുകളുള്ളിടത്തു നിന്ന് ഓരോ ചാക്കിലത്തെ സാധനങ്ങൾ കച്ചവടക്കാർ മേശപ്പുറത്ത് ഓരോ പാത്രത്തിലിങ്ങനെ വയ്ക്കും. ഇത് അതുമ്പോൾ ഒരു മുട്ടുസൂചിയിൽ പേരും എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് കിലോയ്ക്ക് ഇത്ര, ഇത് കിലോയ്ക്ക് ഇത്ര, ഉഴുന്ന് ഇത്ര, മുതിര ഇത്ര. മേശപ്പുറത്ത് ഓരോ പാത്രത്തിൽ വലിയ 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 ചാക്കുകളുടെ സാമ്പിൾ ഉണ്ടാവും. ഇതുപോലെ 28,000 കോടി നരകങ്ങളുടെ വെറും 28 സാമ്പിൾ മാത്രം ഇവിടെ കാണിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഈശ്വര, അതൊന്ന് നമ്മൾ വായിച്ചു നോക്കി വർണ്ണിച്ച് നോക്കി ആയാൽ നമ്മളെപ്പോഴും നരകത്തിലാണോ കിടക്കണതെന്ന് തോന്നിപ്പോവും. കാരണം ഒരാൾ നമ്മൾ ആവശ്യമില്ലാത്തൊരു ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് ഒന്ന് നോക്കിയാൽ പറ്റില്ല. അതാ അയാളിപ്പോൾ ഇവിടെ വന്നു, ഇയാൾക്കിപ്പോൾ എന്താ ഇവിടെ വരേണ്ട കാര്യം? ഇയാളെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. കള്ളവേഷം കെട്ടി ഇവിടെ എവിടെയോ പോക്കറ്റ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ഒരാളെ കാണുമ്പോഴേക്കും നമ്മളിവിടെ ഇരുന്ന് വിചാരിച്ചാൽ ശ്രീശുഖം പറയാം, ഇതിലും വലിയൊരു പാപമില്ലാത്ര. ഒരു പാപം ചെയ്തിട്ടില്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതോ സൽപ്രവൃത്തികൾക്കിടയിൽ ഏതോ ഒരാളെ കണ്ടിട്ട് ഏതോ ഒരു നിന്ദ്യമായ വിചാരം അയാളെക്കുറിച്ച് തൻ്റെ ഉള്ളിൽ തോന്നിയോ? അയാൾക്കല്ല നരകം, ആ ഉള്ളിൽ തോന്നിയെങ്കിൽ അതിനാ നരകം. നിവൃത്തിയില്ല എന്നർത്ഥം. അപ്പം അങ്ങനെയാണ് നരകാനുഭവങ്ങൾ ഇവിടെ 28,000 കോടിയുടെ സാമ്പിളുകളും ഇവിടെ വർണ്ണിച്ചത്. അപ്പോൾ പരീക്ഷിത്ത് ധൈര്യമായിട്ട് ചോദിച്ചു, ഗുരുനാഥ, ഇപ്പം അടിയന് പിടുത്തോട് ചോദിക്കാറായി. നരകം വർണ്ണിക്കണമെന്ന് പറയാൻ തോന്നിയത് തന്നെ, പ്രാർത്ഥിക്കാൻ തോന്നിയത് തന്നെ ഭാഗ്യം. ഇപ്പം നരകം വർണ്ണന കേട്ടപ്പോൾ ഒന്നും കൂടി പ്രാർത്ഥിക്കാൻ തോന്നുന്നു. എന്താ അത്? ഈ നരകത്തിൽ നിന്ന് കരകയറാൻ വഴിയില്ലേ?
അതാണ് ഇനി ഇവിടുന്ന് അടിയന് വേണ്ടി ലോകത്തിന് വേണ്ടി ശ്രീശുഖ ബ്രഹ്മർഷേ പറയേണ്ടത്. നിവൃത്തിമാർഗകഥിത ആദൗ ഭഗവതായത. ഇതൊന്നും നിവൃത്തി കിട്ടാൻ എന്താ വഴി എന്നാണ് ആലോചിക്കേണ്ടത്. അപ്പം നരകം 28,000 കോടി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ഈ ഭൂലോകത്തെ ജീവിതത്തിൽ തരാക്കും എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് അവിടെയൊക്കെ റൂം ബുക്ക് ചെയ്യുക കഴിഞ്ഞു. നമ്മുടെ സ്വഭാവം നോക്കിയാൽ ഇതിലെ വർണ്ണിച്ചാൽ നോക്കിയാൽ തീർച്ചയാണ്. പറഞ്ഞില്ലേ, ഒരാളെ കണ്ട് എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിചാരിച്ചതിന് നരകം എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും നരകത്തിന് അർഹരായിക്കൊണ്ടേയിരിക്കുകയല്ലേ. ഭാഗവതം അത് ഓർമ്മിപ്പിച്ചു. നിവൃത്തിമാർഗം ഇതിനു മുമ്പ് പലതവണ ആദ്യത്തെ ദ്വിതീയ സ്കന്ധത്തിൽ ആരംഭിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ കഥകൾ കേൾക്കുകയും പാടുകയും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും പാടുകയും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും പാടുകയും അതുവഴി ഭഗവാൻ സ്മരണയും മാത്രമേ വേണ്ടൂ. ആ നിവൃത്തിമാർഗം ഇതാ ഇവിടെ വിസ്തരിക്കുകയാണ്. അതിനാണ് ഒരു പഴയ കഥയായിട്ട് അജാമിളൻ്റെ കഥ പറഞ്ഞത്. ഭഗവാന്റെ തയ്യാറാക്കിയ നരകങ്ങളിൽ നിന്ന് നമുക്ക് അപകടക്കാർക്ക് അത് അനുഭവിക്കാൻ അർഹത നേടിയവർക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഒറ്റ വാക്ക് ഭഗവൻ നാമ. ഭഗവാന്റെ തിരുനാമമല്ലാതെ കണ്ട് മറ്റൊരു വഴിയില്ല. ന നിഷ്കൃതേരുദിതേർ ബ്രഹ്മവാദിഭി തഥാ വിശുദ്ധ്യത്യഘവാൻ വ്രതാദിഭി. അപ്പോൾ അനവധി പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിലും ഇതെല്ലാം കൂടി ചെയ്യാൻ നമുക്കാവോ? പാപം ചെയ്തതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ട. കർമ്മണാകർമ്മ നിരഹാര. പാപം ഒരു കർമ്മം, ആ കർമ്മത്തിന് അതിൻ്റെ ദോഷഫലത്തു നിന്ന് രക്ഷ നേടാൻ മറ്റൊരു കർമ്മം ചെയ്യുക. ശ്രീശുകൻ പാപപരിഹാരം ആയിട്ട് പറയുന്ന പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ കേമത്വങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പരീക്ഷത്തിന് അതങ്ങൾ യോജിക്കാൻ പറ്റണില്ല. ഗുരുനാഥ, ജനങ്ങളൊക്കെ ഈ പാപപരിഹാരമൊക്കെ കേട്ട് നിശ്ചണ്ട് കാര്യമൊക്കെ ശരിയാണ് എന്നൊക്കെ പറഞ്ഞാലും ഇത്രയും പാപപരിഹാരം ചെയ്യാനായിട്ട് വിഷമിക്കുമ്പോൾ അതിനു പകരം മനസ്സിൽ ആ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള വഴി എന്തെങ്കിലും നോക്കിയാൽ പോരെ? അത് പറ്റണില്ല. അതുകൊണ്ട് ശ്രീശുഖനോട് പരീക്ഷത്ത് തുറന്നു പറഞ്ഞു, ഗുരുനാഥ ക്ഷമിക്കണം, ഇവിടുന്ന് പരിഹാരം നിവൃത്തിമാർഗമായിട്ട് പറയാനുണ്ട്. അതൊന്നും അടിയന് വിശ്വാസമാവണില്ല. എന്താ അത്? പരിഹാരം എന്ന് പറഞ്ഞ് ചെയ്താൽ പ്രായശ്ചിത്തമതോപാർത്ഥം മഞ്ഞേ കുഞ്ചര ശൗചവൽ. ആനക്കാർക്ക് എന്താ പണി? ആനയെ കുളിപ്പിക്കുക ഒരു ദിവസത്തെ വലിയൊരു പണിയാണ്. ആനയ്ക്കും അതെ. വെള്ളം ഉള്ളിടത്തേക്ക് തന്നെ കൊണ്ടുപോയി കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പരമാനന്ദമാണ് ആനയ്ക്ക്. ആനയുടെ പുറത്ത് രണ്ടാനക്കാർ കയറി അപ്പുറത്തും ഇപ്പുറത്തും ആനയെ തിരിച്ചു കിടത്തിയും മറിച്ചു കിടത്തിയും ഇരുത്തിയും ഒക്കെ കേമായിട്ട് ചകിരി വലിയ ചകിരികളൊക്കെ ചെത്തി കൊണ്ടുവന്ന് ഉരച്ചൊരച്ച് കഴുകും. അത് കഴിഞ്ഞാലോ കൊണ്ടുവന്ന് കുട്ടിശേഖര ശ്രദ്ധിക്കണേ, ഇനി ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്, മണ്ണൊന്നും വാരിയിടരുത്, എന്ന് ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകാനുള്ളതാണ്, തലയെക്കെട്ട് കെട്ടിക്കാളാണ്, ഓർമ്മ വേണമെന്നൊക്കെ പറഞ്ഞ് പീ പീ എന്നൊക്കെ അവൻ ആന തല കുലുക്കി ശബ്ദം ഉണ്ടാക്കും ആനക്കാരൻ്റെ ഇഷ്ടത്തിന്. ആനക്കാരൻ അങ്ങോട്ട് പോയാലോ അവന് തിന്നാൻ പട്ട വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, പഴം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നുമല്ല അവൻ്റെ ശ്രദ്ധ. പിന്നെയോ കുഞ്ചര ശൗചവൽ. അവന് അവിടെയുള്ള കാലുകൊണ്ട് അങ്ങനെ കുറച്ച് മണ്ണ് തട്ടിപ്പ് എടുത്ത് തുമ്പിക്കൈ കൊണ്ടെടുത്ത് അതങ്ങോട്ട് മേത്ത് വാരിയിട്ടാൽ അയ്യോ ഒരു പരമാനന്ദം. അത് ആനയുടെ സ്വഭാവമാണ്. എന്ത്? മണ്ണ് വാരി മേത്തിടുക എന്നുള്ളത് ആനയ്ക്ക് വെള്ളം വാരി കുടിക്കുക പോലെ അതിലധികം സന്തോഷമാണ് എന്നുള്ളതായില്ലോ മനുഷ്യൻ്റെ സ്വഭാവവും. കുഞ്ചരശൗചവൽ മഞ്ഞി. അതുകൊണ്ട് ഗുരുനാഥ പ്രായശ്ചിത്തം എന്ന് ഇവിടുന്ന് പറഞ്ഞത് വെറും ആനയെ കുളിപ്പിച്ച് കെട്ടണ പോലെ ആവുള്ളൂ. എന്താ അത്? ആനയ്ക്കൊരു വാസനയുണ്ട് മണ്ണ് മേത്തിടൽ. ഇതുപോലെ മനുഷ്യനും പ്രായശ്ചിത്തം ചെയ്യാം. ആരൊക്കെ പാടുക ചെന്നു അത് വേണം ഇത് വേണം മറ്റത് വേണം മറിച്ച് വേണം പശുദാനം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആലോചിക്കായി തൊഴുത്തിൽ പശുവൊക്കെ ഉണ്ട്, അതിപ്പോൾ ഇതിനെ കൊടുക്കാവോ? അതിനെ അങ്ങോട്ട് കൊടുക്കാം, മറ്റൊരു കൊടുക്കില്ല. അത് ശരി. പശുക്കൾ ധാരാളമുള്ള ആൾ പറയാം ഇതിനെ കൊടുക്കാം, ഇതിനെ വേണ്ട, ഇതിനെ പറ്റില്ല, ഈ പശുക്കളൊക്കെ അങ്ങോട്ട് കൊടുക്കാം.
അപ്പം എന്തായി, നമ്മൾ അവിടെ വേർതിരിവ് കണ്ടു, പിശുക്ക് കാണിച്ചു, അതോടെ കഴിഞ്ഞു. അതുകൊണ്ടുണ്ടാകാവുന്ന പരിഹാരം ഇല്ലാണ്ടായി. പാപം ചെയ്തു. വീണ്ടും ഈ പശുദാനം ചെയ്യാമെന്ന് നിശ്ചയിച്ച സമയത്ത് തന്നെ പാപം ചെയ്താലോ അവിടെ വേർതിരിവ്. ആ പശുക്കളെ കൊടുക്കില്ല, ഈ പശുക്കളെ കൊടുക്കാം, സാരമില്ല. വാത് മുറിഞ്ഞതോ അല്ലെങ്കിൽ ചെവി പോയതോ അങ്ങനെയുള്ളതിനൊന്നും കൊടുക്കരുതെന്ന് നിയമം തന്നെയുണ്ട്. പയസ്വിനി തരുണി ശീലരൂപ ഗുണോപപന്നാഹ കപിലാ ഹേമശൃംഗീ ന്യായാർജിതാ രൂപ്യഘുരാഹ സവത്സാദുകൂലമാലാഹ എന്നൊക്കെയാണ് പശുദാനത്തിൻ്റെ നിയമങ്ങൾ ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൃഗമഹാരാജാവിൻ്റെ അവസ്ഥ എന്താണ്ടായത്? ഇത്രയൊക്കെ കോടാനുകോടി ശ്രദ്ധിച്ച് പശുദാനം ചെയ്തിട്ടും അവസാനം നമുക്കറിയാലോ കഥ, ദശമസ്കന്ധത്തിൽ കാണാം. 63-ാം അധ്യായത്തിൽ ഒരൊന്തായിട്ട് ഉണ്ണികൃഷ്ണൻ്റെ കൈ കൊണ്ട് പുറത്തേക്ക് ഇടുന്നത് വരെ അവിടെ കിടക്കേണ്ടി വന്നു. എന്താ അത്? പ്രായശ്ചിത്തം ചെയ്തതിൻ്റെ ഫലം, പശുദാനം ചെയ്തതിൻ്റെ ഫലം നാണല്ലാണ്ട് അദ്ദേഹത്തിന് പറയേണ്ടി വന്നില്ലേ? ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തുറന്നു പറയേണ്ടി വന്നില്ലേ? അപ്പോൾ ഭാഗവതം അതിനൊന്നും മെനക്കെടണ്ട, ഭഗവാനെ സേവിക്കാൻ പുറപ്പെട്ടോളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇത്ര വിസ്തരിച്ച് പറയണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നരകം വർണ്ണിച്ചത് നരകത്തു നിന്ന് കരകയറാനുള്ള ഭഗവാന്റെ നാമത്തിൻ്റെ മാഹാത്മ്യം പറയാൻ വേണ്ടി മാത്രമാണെന്ന് ഓർമ്മിക്കൂ. അപ്പോൾ ശ്രീശുഖൻ പറഞ്ഞു, ശരി, മാഹാത്മ്യമായിട്ടൊരു കഥ പറയാറുണ്ട്. അജാമിളൻ്റെ കഥ. കാന്യകുബ്ജയെ രുചയെ പരീക്ഷിത്തെ കേട്ടോളൂ. കശ്ചിത് ദാസീപതിരജാമിള, ഒരു മഹാബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ലവനായിരുന്നു. അജാമിളോ നാമ മഹീസുരപ്പുര ചരൻ വിഭോ, നല്ല രീതിയിൽ ജീവിച്ചു. അച്ഛനമ്മമാർ ഇല്ലേ, നമ്മൾ പറയാറുള്ള ഫാമിലി, കുടുംബം ഒക്കെ വേണ്ട പോലെ നോക്കി കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരബദ്ധം പറ്റി. ഒരു ദിവസം കാട്ടിലേക്ക് പോയപ്പോൾ ചമതയും പുല്ലും ഒക്കെ ഇവിടെ നേരെയാക്കാൻ വേണ്ടി യാഗാദികളും ഹോമാദികളും ഒക്കെ ഭക്തിയായിട്ട് ചെയ്യാൻ വേണ്ടി ശേഖരിച്ചു കൊണ്ടുവരാം. എന്നാൽ കുറച്ചധികം ആയിക്കോട്ടെ, കുറേ പുല്ല് കുറേ ചമതക്കെട്ട് എടുക്കാവുന്നതിലധികം ഒക്കെ തയ്യാറാക്കി വെച്ച് പോരാൻ ഭാവിച്ചപ്പോഴാണ് ഒരത്യബദ്ധം. ഏതോ കാട്ടിൽ ആരുമില്ലാന്നും പറഞ്ഞുകൊണ്ട് ഒരു വേശ്യാസ്ത്രീ അവളുടെ കാമുകനെയും കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ വിഹരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട വിധത്തിൽ വസ്ത്രധാരണ പോലും ഇല്ല. കാടല്ലേ, സ്വാതന്ത്ര്യമല്ലേ. അത് കണ്ണുപെട്ടു. കാണുവയ്യ എന്ന് വിചാരിച്ച് മുഖം തിരിച്ചു. ചമതക്കെട്ട് കൊടുത്തുകൊണ്ട് പോകുന്നപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്, അവർ ഇവിടെ തന്നെ ഉണ്ടോ? കാണുവയ്യ. പിന്നെയും തിരിക്കും, പിന്നെയും പോരും. ഇല്ലത്തെത്തി ചമതക്കെട്ടും ഇതൊക്കെ അവിടെ ഏൽപ്പിച്ചു. അച്ഛനെ, ഭാര്യ, മക്കളൊക്കെ ഉണ്ട്, എല്ലാവരെയും ഏൽപ്പിച്ചു. പക്ഷേ മനസ്സ് പിന്നെയും ആ കാട്ടു കണ്ട ദൃശ്യത്തിലേക്ക് പോകണു. ഇവിടെ ഇരിക്കണില്ല. ഹോമാദികൾ ചെയ്യുമ്പോഴും അച്ഛനെ കാണുമ്പോഴും ഗണോദ്യോമം ചെയ്യുമ്പോഴും കാട്ടിൽ കണ്ട ദൃശ്യം ഉള്ളിൽ ഓർമ്മ അറച്ചു അദ്ദേഹത്തിന് സ്വയം. അമ്മ അങ്ങനെ വിചാരിച്ച് കിടന്നപ്പോഴും അതെ. ഭാര്യ ചോദിക്കണ്ടേ, എന്താ ഇവിടുത്തേക്ക്? ഒന്നുമില്ല. അല്ല, ഒരു വിചാരം വരെ ഒന്നുമില്ലാതെ ശുണ്ഠി വരും നീ ചോദിച്ചാൽ. അങ്ങനെ ഇരിക്കുക അദ്ദേഹം പുറത്തേക്ക്. അച്ഛാ, ഞാൻ ഒന്നും കൂടി കാട്ടു പോയിട്ട് വരാം. നീ ഇപ്പം എന്തിനാ? ഇന്നലെ കുറേ ധാരാളം കൊണ്ടുവന്നില്ലേ? 4. അപ്പോൾ പോണത് ഒന്നും കൊണ്ടുവരാനല്ല, അവിടെ ആ ഇന്നലെ കണ്ട ദൃശ്യത്തിലെ സ്ത്രീയും പുരുഷനും കാട്ടിൽ ഓടി കളിക്കുന്നുണ്ടോ എന്ന് കാണണം. കാരണം പക്വതയോടെ ശുദ്ധമായിട്ടുള്ള പാവം ബ്രാഹ്മണ ജീവിതം, ശാന്ത ജീവിതം നയിച്ച അദ്ദേഹത്തിന് മദ്യം കുടിച്ച് വെളിവില്ലാതെ തുള്ള ചാടുക, ഉരുണ്ട് പെരയുക, കൂക്കി വിളിക്കുക, അതൊന്നും ഒരു പരിചയമുള്ളതല്ല. അപ്പം അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു കമ്പം എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അന്നും ഉണ്ട് അവർ. ഇങ്ങനെ കുറച്ചു ദിവസം ഇയാളെ എത്തി നോക്കും അവരുടെ മദ്യപാനം. കാണുകയ്യാന്ന് പറഞ്ഞ് പോരും, പിന്നെയും കാണാനായിട്ട് പോവും. അങ്ങനെയായി. ഒരു ദിവസം അവളെ കണ്ടു, അവളുടെ കൂടെയുള്ള ആളില്ല. അപ്പോൾ അവളെ ഓടി വന്ന് കുറച്ച് മദ്യം അദ്ദേഹത്തിനായിട്ട് മുമ്പിൽ പാളയിലോ ഒഴിച്ചു കൊടുത്തു. ഇവിടുന്ന് എന്താ കുറച്ച് ദിവസമായാലോ ഇവിടെ ഇങ്ങനെ വന്ന് നോക്കണു, അദ്ദേഹത്തിന് പറയേണ്ടതെന്ന് വെച്ചില്ല. അടിയൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഇതെടുക്കാം. ഞാൻ മദ്യമൊന്നും കഴിക്കില്ല. അല്ല, ഇവിടെ ഉള്ളത് തന്നു എന്ന് മാത്രം. ഇവിടുന്ന് ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഇവിടെ കണ്ടതുകൊണ്ട് തന്നതാ. എന്തായാലും വേണ്ട എനിക്ക്. പക്ഷേ അപ്പോഴേക്കും ഒരു
ഉള്ളിൽ ഉടക്ക് വന്നു. എന്തിന്? ആ മദ്യപാത്രം ഇത്തിരി ഒന്ന് എടുത്തു, കളഞ്ഞു, കുറച്ച് കുടിച്ചു, കളച്ചു, പോന്നു. നാളെയും വരുമോ? അവൾ ചോദിച്ചു. കഴിഞ്ഞു. പരീക്ഷ ശരൺ വിഭോ ഗുരുവായൂരപ്പ അജാമിളോ നാമ മഹീസുരപ്പുര. പേരും തന്നെ അർത്ഥം വ്യക്തമാക്കാം. അജയ മിളതി ഇത്യജാമിള. ഭഗവാനെ അവിടുത്തമായ ഇവിടെ ഇപ്പോൾ ഒരു വേശ്യാസ്ത്രീയുടെ തുള്ളൽ പോലെയാണ് അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. നമ്മൾ മായാന്നും പറഞ്ഞു, സിനിമ ഇല്ലാത്തതാണെന്നും പറഞ്ഞു കേമായിട്ട് കാണുന്നില്ല. അതിൽ എന്തൊക്കെ ഗോഷ്ഠികൾ കാണാം. നമ്മളെ എഴുതി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് പുകവലി ശിക്ഷാർഹം, മദ്യപാനം പാടില്ല, അഥവാ അതൊക്കെ കാണിക്കണം സിനിമയിലെ നിർബന്ധമാണെങ്കിൽ. ഇത് പാടില്ല എന്ന് അടിയിൽ എഴുതി വെച്ചാൽ പിന്നെ എന്തും കാണിക്കാം. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു തലയിലെടുത്ത് മണ്ടത്തരം. എഴുതി വെച്ചാൽ പിന്നെ എന്തും കാണിക്കാത്രേ. എഴുതി വെച്ചില്ലെങ്കിൽ വലിയ ശിക്ഷ കിട്ടേ. സിനിമ അനുവദിക്കൊന്നുമില്ല. ഇങ്ങനെ ഗോഷ്ഠിയായിട്ടുള്ള ഒരർത്ഥമില്ലാത്ത ചില നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തായാലും അജാമിളൻ പിറ്റേന്നും പോയി മനസ്സുകൊണ്ട് അവളിൽ പെട്ടു. അവൾ പറഞ്ഞു, ഇവിടുത്തേക്ക് അടിയൻ്റെ കൂടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ നിൽക്കാം, അടിയന് ഇനിയിപ്പോൾ മറ്റയാൾ വരെയുണ്ടാവില്ല, പേടിക്കണ്ട. അത്ഭുതമായി. തന്നെ അങ്ങോട്ട് ക്ഷണിച്ചു ഒരു സ്ത്രീ ഇത്ര വേഗം. എന്തിന്? അങ്ങനെ അവളുടെ കീഴിലായി മദ്യപാനം ചെയ്ത്. അപ്പം പിന്നെന്തായി? കുറച്ച് കഴിഞ്ഞപ്പോൾ സന്താനങ്ങളായി. പോരാ, അവളെ കാട്ടിൽ താമസത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാക്കണ്ടേ? അതിന് കൊള്ളയും കൊലയും ഒക്കെ ആളുകളെ കൂട്ടി അദ്ദേഹം നടത്തിത്തിറങ്ങി. എന്തിന്? കാലം കഴിഞ്ഞു. അതിലെ ഒടുവിലത്തെ പുത്രന്, അതാണ് ഭാഗവതം വിരളിച്ചു കൊണ്ടുവരുന്നത്, 10ാമത്തെ പുത്രന് നാരായണോ നാമ. നാരായണൻ എന്ന പേരിടാൻ ഏതോ ജന്മാന്തര സുഹൃതങ്ങളുടെ ഒരു ഭാഗ്യലേശം ഇനിയും ബാക്കി കിടക്കണോണ്ട് അദ്ദേഹത്തിന് തോന്നി. പിത്രോശ്ചത ഇതോ ഭൃഷം. ഈ സ്ത്രീക്കും ഇദ്ദേഹത്തിനും വളരെ ഇഷ്ടമാണ്. പിന്നെ അദ്ദേഹത്തിന് വേറൊരിക്കലും ശ്രദ്ധയില്ല. നാരായണൻ എന്ന ഉണ്ണിയെ വളർത്തി വലുതാക്കണം. നാരായണ വരൂ, നാരായണ മടിയിലിരിക്കൂ, നാരായണ ഉണ്ണണ്ടേ, നാരായണ അച്ഛനും കളിക്കാൻ കൂടാൻ നിൻ്റെ കൂടെ. ഇങ്ങനെയായി. പിത്രോശ്ചത ഇതോ ഭൃഷം. അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഉണ്ണിയായിട്ട് വളർന്നു നാരായണൻ. കഴിഞ്ഞു. സബദ്ധഹൃദയ തസ്മിന്നർഭകേ കളഭാഷിണി നിരീക്ഷമാണ് തല്ലീലാം മുമുദേ ജരഠോ ഭൃഷം. ഭൃഷം ജരഠ. അങ്ങേയറ്റം വയസ്സായി. കഥ പറയണത് 88 88 വയസ്സ്. 88 വയസ്സായ അജാമിളന് ഈ 4 വയസ്സായ ഉണ്ണിയോടുള്ള കമ്പം അത് ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തതല്ലേ? ആലോചിച്ച് നോക്കൂ. നാരായണ എന്ന 4 വയസ്സ്, 4 അക്ഷരമുള്ള നാമം ഉള്ള 4 വയസ്സുകാരൻ ഉണ്ണിയുടെ ആ നാമം എപ്പോഴും നാരായണ ഉണ്ണാൻ വരൂ, നാരായണ അച്ഛൻ്റെ ഒപ്പരിക്കൂ, നാരായണ കളിക്കാൻ അച്ഛനും കൂടാം. ഇങ്ങനെ നാരായണ നാരായണ എന്നുള്ള നാമെന്ന് വിചാരിച്ചിട്ടില്ല. മകൻ്റെ പേര് നാവുമ്മ കൂടെ വന്നു തുടങ്ങി. എപ്പോഴും എണീക്കാൻ വയ്യ, ഓടാൻ വയ്യ, വർത്തമാനം പറയാൻ വയ്യ, അങ്ങനെയൊക്കെ ആയി. മരണം അടുത്തു. ബോധം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇളയ നാരായണൻ ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് ഇങ്ങനെ 4 പാടും തപ്പും. ഇതിൻ്റെയൊക്കെ നിയമം അറിയണവർ പറയും, ഈ കൈകൊണ്ട് അവിടെയും ഇവിടെയും തപ്പിത്തിറങ്ങിയാൽ ഏകദേശം തീർച്ചയാക്കാം അവസാനത്തെ സമയമായി എന്ന് വിചാരിക്കാമെന്നൊക്കെയാണ് പറയുക. എന്തായാലും 4 പാടും തപ്പണം അദ്ദേഹം. തൻ്റെ മുമ്പിൽ അവസാന നിമിഷമായി. അന്തകദൂതന്മാരെ 3 പേരെ തന്നെ കൊണ്ടുപോകാൻ കയറുമൊക്കെ ആയിട്ട് പോത്തിൻ്റെ പുറത്ത് കയറി വന്ന് കഴുത്തിന് കയറിട്ട് ഇങ്ങോട്ട് വലിക്കുകയായി. ആ സമയത്ത് ഉറക്കെ വിളിച്ചു, നാരായണ വരൂ, നാരായണ ആയേതി ജഗാദ ചതുരക്ഷരം. ഭഗവാന്റെ ചാതുര്യം നോക്കൂ എന്നാണ് ശ്രീശുഖനെ ഓർമ്മിപ്പിക്കുന്നത്. ചതുരത 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 കുശലത സൂത്രം നോക്കൂ. ആ വയ്യാണ്ട് കിടക്കണ അദ്ദേഹത്തിനെ കൊണ്ട് ഈ നാരായണ എന്നുള്ള പേര് അപ്പോൾ വിളിപ്പിച്ചു ഭഗവാൻ. ആ വിളി അങ്ങോട്ട് കേട്ടതോടെ 4 പേര് നാരായണ, 4 അക്ഷരല്ലേ വിളിച്ച്, 4 പേര് 4 മഹാവിഷ്ണുമാരെ പോലെയുള്ള ആളുകൾ അവിടെ വന്നു. അവർ മാറി നിൽക്കാൻ പറഞ്ഞു അന്തകദൂതന്മാരോട്. കഴുത്തിൽ കയറിയിട്ട് അന്തകദൂതന്മാരെ അതയച്ച് മാറ്റി. 4 വന്നേക്കണേ. എന്താ നിങ്ങളിവിടെ വന്നത്?
അയ്യോ ഞങ്ങൾ ഈ അജാമിളൻ പാപം ചെയ്ത ആളാണ്, അതുകൊണ്ട് ഞങ്ങളെ യജമാനം പറഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്, ഞങ്ങളുടെ രീതി ഇങ്ങനെയാണ്, വരും കയറിടും വലിച്ചുകൊണ്ട് കൊണ്ടുപോകും നരകത്തിലേക്ക്. എന്നിട്ടോ അവിടെ ഇയാൾ ചെയ്ത പാപങ്ങളുടെയൊക്കെ കണക്കുണ്ട് ചിത്രകേതുവിൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്ത്, ആ ചിത്രഗുപ്തൻ്റെ അടുത്ത്. അതനുസരിച്ച് ശിക്ഷിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയും പുണ്യമുണ്ടെങ്കിൽ മനുഷ്യരായിട്ട് ജനിക്കാൻ വീണ്ടും വിടും. അല്ല പുണ്യം അത്രയും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജന്തുക്കളുടെ അത് വരും. എന്തായാലും ഞങ്ങളുടെ നിയമം ഞങ്ങൾക്ക് നോക്കണമല്ലോ, യജമാനം പറഞ്ഞിട്ട് വന്നതാണ്. ശ്രീശുഖം പറയണു, പരീക്ഷിത്തെ അപ്പോൾ വിഷ്ണുദൂതന്മാരുടെ ഒരു പുഞ്ചിരിയുണ്ട്. അവർ പറഞ്ഞു അത്രേ, എന്താ നിങ്ങൾ പറഞ്ഞത്? ഇയാൾ പാപം ചെയ്തതിന് കൊണ്ടുപോകാൻ വന്നതാണ് നിങ്ങളെന്ന്, അല്ലേ? അതിനുള്ള അർഹത നിങ്ങൾക്ക് എവിടെ? ഇയാൾ പാപം ചെയ്തുവെങ്കിൽ പാപത്തിന് പരിഹാരം ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം ചെയ്ത പാപങ്ങളുടെ കണക്ക് അതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ എണ്ണി 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 അവർ വായിച്ച് കേൾപ്പിച്ചു. അപ്പോഴാണ് വിഷ്ണുദൂതന്മാർ പറയണത്, ഇദ്ദേഹം പാപം ചെയ്തതിൻ്റെ കണക്ക് കണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പരിഹാരം ചെയ്തതിൻ്റെ കണക്കും കാരണം. നാമം വ്യാഹരണം വിഷ്ണോ യഥസ്തദ്വിഷയാ മതി. ഇദ്ദേഹം നാരായണ എന്ന് ജപിച്ച ശബ്ദം നിങ്ങൾ കേട്ടോ? ഉവ്വ്. അതിനെ പ്രതിനിധീകരിച്ച് വന്നവരാണ് ഞങ്ങൾ, നാരായണൻ്റെ പാർഷദന്മാരാണ്. ഗുരുണാഞ്ച ലഘൂനാച്ച ഗുരുണിച്ച ലഘൂനിച്ച പ്രായശ്ചിത്താനി പാവാനാജ്ഞാത്തോക്താനി മഹർഷിഭി. പ്രായശ്ചിത്തം ചെറുതും വലുതും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അദ്ദേഹം ഏറ്റവും വലിയ പ്രായശ്ചിത്തം ചെയ്തു. ധർമ്മം ഭാഗവതം ശുദ്ധം ത്രൈവിദ്യം ച ഗുണാശ്രയം ഭക്തിമാൻ ഭഗവത്യാശു. ഇദ്ദേഹം ഭഗവത് ഭക്തനായിട്ട് വളരെ കാലം നാമം ജപിച്ചതായിട്ടാണ് ഞങ്ങളുടെ യജമാനൻ ഞങ്ങളോട് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അന്തകദൂതന്മാർക്ക് അധികാരമില്ല, പോവാം. അയ്യോ അപ്പോൾ ഞങ്ങളുടെ യജമാനൻ കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടത്, അത് നിങ്ങളുടെ യജമാനോട് പിന്നെ പോയി പറയുക. ഇപ്പം നിങ്ങൾ തടസ്സം ചെയ്താൽ നിങ്ങളെ തോൽപ്പിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കും, സംശയമില്ല, കാവൽ നിൽക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് പോവാം. അപ്പം പിന്നെ അവർ മുഖത്തോട് മുഖം നോക്കി നമുക്ക് പോവാം, നമ്മുടെ യജമാനോട് പറയാം. അന്തകദൂതന്മാർ പിറുപിറുത്ത് കൊണ്ട് കയറും ചുരുട്ടിക്കെട്ടി ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി. അവരുടെ പുറത്തും പുറത്ത് അവർ പോയി. അജാമിളൻ ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിപ്പോൾ കിമിതം സ്വപ്നാഹോസ്വിൻ സാക്ഷാദൃഷ്ടമിഹാത്ഭുതം കുയാതാദ്യതേയമാം വ്യപശ്യൻ ഭാഷപാണയ. എന്നെ കഴുത്തിൽ കെട്ടിയിടാമെന്നവർ പോയോ? അപ്പോൾ അതേപോലെ ക്വഗതാ സിദ്ധ ചത്വാര ചാരുദർശന മഹാവിഷ്ണുവിൻ്റെ ആളിലായിട്ട് എന്നെ രക്ഷിക്കുന്നു പറഞ്ഞു വന്നവർ അവരിപ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരും പോയോ? സ്വപ്നാഹോസ്വിൻ. ഇതൊക്കെ എനിക്ക് ഒരു സ്വപ്നം കണ്ടതായിട്ടാണോ തോന്നുന്നത്, അതോ സത്യമാണോ? അജാമിളൻ അന്തം വിട്ടു. ആലോചിച്ച് നോക്കി, സ്വപ്നമല്ല, കാരണം ഉറക്കല്ല. അപ്പം പിന്നെ സ്വപ്നം വരില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടായതാണ്. നാരായണ എന്ന് ഞാൻ ജപിച്ച എൻ്റെ ഉണ്ണിയുടെ കഴിവാണോ ഇത്? അവർ പറഞ്ഞതുപോലെ നാരായണ നാമത്തിൻ്റെ മാഹാത്മ്യാണെന്ന് പറയണു. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്കെന്തിനാ ഈ ഉണ്ണി, ഇനി എനിക്കെന്തിനാ ഈ വീട്, ഇനി എനിക്കെന്തിനാ ഭാര്യ മക്കള്, ഒന്നും വേണ്ട. അവിടുന്ന് അങ്ങോട്ട് എണീറ്റു. അദ്ദേഹം ഒരു യോഗിയെപ്പോലെ അങ്ങനെ അങ്ങോട്ട് നടന്നു. ഭാര്യ അകത്തുനിന്ന് തിളപ്പിച്ച വെള്ളവും കുടിക്കാനുള്ളതൊക്കെ ആയിട്ട് വരണ്ടേ. എങ്ങടാ എണീറ്റ് പോണേ? എന്താ എങ്ങടാ? അയ്യോ എണീറ്റ് പോവാണല്ലോ, ഇവിടെ ആരും ഒന്ന് പിടിച്ച് കിടത്താനും ഇല്ലല്ലോ, എങ്ങടാ എണീറ്റ് പോണേന്ന് ഭാര്യ ആവരാതി പറഞ്ഞു. ഇങ്ങനെ ഒന്നും പറയുന്നുണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ അദ്ദേഹം പോയി. തതോ ഗുണേഭ്യ ആത്മാനം വിയുജ്യ ആത്മസമാധിന യുജേ ഭഗവദ്ധാംനി ബ്രഹ്മണി അനുഭവാത്മനി. അതാണ് ശ്രീശുഖം പറയണത്. ഭഗവാന്റെ തിരുനാമം അദ്ദേഹത്തിന് സ്വാനുഭവമായി കിട്ടി പരീക്ഷിത്തെ. അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? ധാസ്യേ മനോ ഭഗവതി ശുദ്ധം തർക്കീർത്തനാദിഭി. ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലി ഞാൻ എൻ്റെ ഇന്നലെ വരെ പാപം ചെയ്ത് ജീവിച്ച ജന്മം ഇതാ സഫലമാക്കാൻ പോണു. ഞാൻ പറഞ്ഞത് ഭഗവാന്റെ നാമമാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ 4 പേര് ഇവിടെ വൈകുണ്ഠത്തുനിന്ന് വന്നു. എൻ്റെ പാപങ്ങളെ ഓർമ്മിപ്പിക്കാൻ 3 പേരെ വന്നുവെങ്കിൽ 4 പേരാണ് ഇരട്ടിയിലധികം നഷ്ടം. നാമത്തിൻ്റെ മാഹാത്മ്യം പറയാൻ വന്നത്. അതുകൊണ്ട് വൈകുണ്ഠ നാമഗ്രഹണം ജിഹ്വാ വക്തുമിഹാർഹസി. ഭഗവാന്റെ കാരുണ്യം ഞാനിപ്പോഴാണ് മനസ്സിലാക്കണത്. ഇത്രയും വലിയ കാരുണ്യം എനിക്ക് ഭഗവാൻ അനുവദിച്ചു തന്നൂലോ. നാരായണ
എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഗംഗാനദീതീരത്ത് ചെന്നിരുന്നു. പിന്നെ ഒരു വിളിയുണ്ടായുണ്ട് നാമജപം. ജാമളൻ്റെ ഓരോ ശ്വാസത്തിനും ഓരോ ദീർഘമായ നാമങ്ങൾ. നാരായണ നാരായണ നാരായണ. അച്ഛനമ്മമാരുണ്ടായിരുന്നു. വൃദ്ധവും അനാഥവും പിതരവും നാണ്യബന്ധുവും തപസ്വിനവും അഹോമയാധുനാത്യക്തവും. പാവപ്പെട്ട അച്ഛനമ്മമാരെ ഞാൻ നോക്കാതെ പോയില്ലോ. നാരായണ. എൻ്റെ പത്നി, ഞാൻ പത്നിയുടെ കഴുത്തുനിന്ന് ആ സ്വർണ്ണമാല ഉള്ളതും കൂടി തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോകുമ്പോഴും ഒരക്ഷരം മിണ്ടാതെ നോക്കി നിന്നേ ഉള്ളൂ. ഒരു തമ്മിത്തല്ലാനോ ശക്തി പ്രയോഗിക്കാനോ നിന്നില്ല. എന്നിട്ടും ഞാനതിനോടത് ചെയ്തൂലോ. നാരായണ. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരോടുകൂടി ഗംഗാതീരത്തിൽ എത്ര നാമമാകാം അദ്ദേഹം ജപിച്ചത് എന്ന് കണക്ക് പറയണില്ല. എത്ര ശ്വാസം വലിച്ചിട്ടുണ്ടോ അത്രമാത്രം നാരായണ നാരായണ എന്നുള്ള നാമവും നീട്ടി നീട്ടി ജയിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴെന്തായി? സാഗം വിഹായ സാ വിപ്രോ വൈമാനിക മഹാപുരുഷകിങ്കരൈ ഹൈമം വിമാനമാരുഹ്യ യയൗ. ഒരു സ്വർണ്ണ വിമാനം വരുന്നു. അജാമളന് വേണ്ടി പ്രത്യേക സ്വർണ്ണ വിമാനം, ഭഗവാന്റെ വിമാനം ഭഗവാൻ കൊടുത്തയച്ചതാണ്. അതൊന്ന് അന്നത്തെ ആ 4 പേര് ഇറങ്ങി വന്ദിച്ചു അജാമിളനെ. പറഞ്ഞു, അതെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ വൈകുണ്ഠത്തിലേക്ക് വരണം. ഭഗവാൻ ശ്രീനാരായണമൂർത്തി അവിടുത്തെ കൊണ്ടു ചെല്ലാൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അരുളി ചെയ്തിരിക്കുന്നു. വേഗം വരണം. അദ്ദേഹം വിഷമിക്കുക. എന്താ അത്? അദ്ദേഹത്തിനൊരു ജലവിശാസ്, ഒരു സംശയം. വേശ്യാസ്ത്രീ സംഘം കൊണ്ട് വൃത്തികെട്ട ഈ ശരീരം ഈ സ്വർണ്ണ വിമാനത്തിലേക്ക്, ഭഗവാൻ കേരള വിമാനത്തിലേക്ക് കയറ്റി ഇല്ല, ഞാൻ അങ്ങനെ അങ്ങോട്ട് വരില്ല. അവർ പറഞ്ഞു, പേടിക്കണ്ട, ഹിത്വാ കളയബരം തീർത്ഥേ. അങ്ങയുടെ ദാസീസംഘം കൊണ്ട് ചീത്തയായി എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ആ ശരീരം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോളൂ, മുങ്ങിക്കോളൂ, കളഞ്ഞോളൂ. ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ഭഗവാന്റെ 4 കൈയുള്ള ആ സ്വരൂപം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കഥകളിയിലില്ലേ, എന്താ നമ്മൾ കാണാറില്ലേ, ബാഹുകൻ കറുത്ത ബാഹുകൻ വെളുത്ത ബാഹുകനാവുന്നു, വെളുത്ത ബാഹുകൻ കറുത്ത ബാഹുകനാകുന്നു. കാർക്കോടകം വന്ന് കടിച്ചപ്പോൾ ആ നളം പോയി, മറ്റൊരു നളം വന്നു. അത് കഴിഞ്ഞോ പിന്നെ വസ്ത്രം കൊടുത്തിരുന്നു, അത് ധരിച്ച് ദമയന്തിയുടെ മുമ്പിൽ പോയപ്പോൾ നിറം മാറി. ഇതുപോലെ അജാമിളം വെള്ളത്തിൽ മുങ്ങി പൊങ്ങി വന്നപ്പോഴേക്കും എന്താ 4 കൈയുള്ള സ്വരൂപമായി മാറി. അപ്പോഴും നാരായണ 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 എന്ന് ഉറക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അവരും കൂടി നാമജപത്തിന്. ആരാ? പാർഷദന്മാർ. അപ്പോൾ അജാമിളനും ഈ 4 പാർഷദന്മാരും കൂടി 4 1 5 പേര് ഉറക്കെ നാരായണ 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 എന്ന് ജപിച്ചപ്പോൾ പിന്നെ വേറെ വിമാനത്തിൻ്റെ ശബ്ദകോലാഹലമൊന്നുമില്ല. വിമാനം അതങ്ങനെ പറന്നുയർന്നുയർന്നെന്താ വൈകുണ്ഠത്തിലെത്തി. പരീക്ഷിത്തെ ഇനി ആലോചിച്ച് നോക്കൂ. ഏവം സ വിപ്ലാജീവിത സർവധർമ്മ. ഓരോ 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 ചെയ്യേണ്ടുന്ന ധർമ്മങ്ങളിൽ നിന്നും വിപ്ലാവിതമായി അവയെയൊക്കെ വിട്ട് അധപ്പതിച്ചു. ഇതിലധികം മാലിന്യ സമുദ്രത്തിലേക്ക് ഇനി അദ്ദേഹം വീഴാനില്ല. അത്രമാത്രം അധപ്പതിച്ചിട്ടും നിപാത്യമാനോ നിരയേ. സ്വയം നരകത്തിലേക്ക് എടുത്തു ചാടിയ ജാമിളന് ഇതാ ഭഗവത് പാർഷിതന്മാർ ഭഗവാൻ കൊടുത്ത ആ പട്ടുവസ്ത്രം, പട്ടു ശരീരം പോരാ, ആ സഹായം നാരായണ 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 എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടി. അതിൽ പിടിച്ച് അദ്ദേഹം എന്താ കയറി മോക്ഷം നേടി. ചളിക്കുണ്ടിലെ നരകത്തിലെ ആണ്ടാണ്ട് മുങ്ങിപ്പൊങ്ങി കിടക്കേണ്ടുന്ന ആള് നാമം ജപിച്ച് ഇതാ വൈകുണ്ഠത്തിലേക്ക് പോണ പോക്ക് നോക്കൂ, യാത്രയാവണത്. രജസ്തമോഭ്യാം കലിലം. രജസ്തമോ ഗുണങ്ങളിൽ മുങ്ങേണ്ടത് അന്യഥ വേറൊരു രീതിയിലായി മാറി. എന്താ അത്? അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ. അതാണ് ആദ്യത്തെ കഥയുടെ ചുരുക്കം. എന്ത്? ഭഗവാന്റെ പോഷണം 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 പോഷിപ്പിക്കൽ എങ്ങനെയാണെന്ന് ഇപ്പം കണ്ടില്ലേ? നാമമാകുന്ന ഒരു കയറിട്ട് കൊടുത്ത് അതിൽ കൂടെ അദ്ദേഹത്തെ മാറ്റി. യദ്യപ്യമംഗളോ മർത്യ. എത്ര അജയാമിളിത അജയാമിളിത അജയാമിളിത.
അജകൊണ്ട മായ കൊണ്ട് അങ്ങോട്ട് മിളിതനായിപ്പോയെങ്കിലും അതിൽ നിന്ന് കുടഞ്ഞെണീറ്റ് ദാ വൈകുണ്ഠത്തിലേക്ക് പോണു. ഹരേർനാമകരണൻ, ഹരേർനാമകരണൻ. അതും പുത്രോപചാരിതം നാമകരണൻ, പുത്രോപചാരിതം നാമകരണൻ. പുത്രോപചാരിതമായ നാമം ഉച്ചരിച്ച് അജാമിളൻ ഇതാ ഭഗവത് ധാമത്തിൽ എത്തിക്കഴിഞ്ഞു. പരീക്ഷിത്തെ കിം പുനഃശ്രദ്ധയാകണം. ഇനിയൊരു നാമമാഹാത്മ്യം ഞാൻ പറയേണ്ടതുണ്ടോ? ലോകം മുഴുവനും നാമമാഹാത്മ്യം മലയടിക്കണു എന്നുള്ളതിന് തെളിവാണ് ഒരു വറ്റ നോക്കേ പതിവുള്ളൂരോ. വലിയ ചരക്കിലെ കോടാനകോടി അരി വറ്റുകളുണ്ടെങ്കിലും അത് മുഴുവനും വേവ് നോക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഇത്രനവധി ചരക്കിലെ ഓരോ വറ്റും വേവ് നോക്കുമ്പോഴേക്കും നേരം കുറയാവും എന്നാരും പറയാറില്ല. 1 or 2 വറ്റ് നോക്കിയാൽ ബാക്കിയുള്ളതൊക്കെ വെന്തുവെന്നർത്ഥമാണ്. ഇതുപോലെ ഈ ഒരു അജാമിളൻ്റെ കഥ കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പല്ലേ എന്ത് അത് നമ്മളുടെയും കഥയാണെന്ന്. അപ്പോൾ എത്രമാത്രം നാമത്തിൻ്റെ വിപരീതമായ രീതിയിൽ ജീവിക്കേണ്ടി വന്നവനാണെങ്കിലും ഭഗവാന്റെ കാരുണ്യം നമ്മുടെ പിന്നാലെയുള്ളത് നമ്മളെ പിടിച്ചു വലിച്ചു പാകപ്പെടുത്തി കൊണ്ടുപോകും എന്നുള്ളതിന് തെളിവാണ് ഇതാ അന്തകദൂതന്മാർ ചെന്ന് ആവലാതിപ്പെട്ടപ്പോൾ അവരോടുള്ള അന്തകൻ്റെ തന്നെ ഒരു സംഭാഷണം. അവർ പറഞ്ഞു, ഞങ്ങൾ അജാമിളനെ കൊണ്ടുവരാൻ പോയിട്ട് അവിടെ 4 വിഷ്ണു പാർഷദന്മാർ വന്ന് ഞങ്ങളെ തിരിച്ചയച്ചു. ഞങ്ങൾ ഇതേവരെ അവിടുന്നാണ് ഏറ്റവും വലിയ ദൈവം എന്നാണ് വിചാരിച്ചിരുന്നത്. അത് എണീറ്റു. എപ്പോഴാണ് അവർ വന്നത്? ആ അജാമിളൻ എന്നുള്ള ബ്രാഹ്മണൻ വായ പൊളിക്കുക അയാളുടെ മകനെ നാരായണ എന്നൊന്ന് വിളിച്ചു. മകൻ്റെ പേരാണതേ. അപ്പോഴാണ് അത് മകൻ്റെ പേരല്ല, അത് ഭഗവാന്റെ പേരാണ്. അത് ജപിച്ച് അജാമിളനെ കൊണ്ടുപോകാൻ നമുക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. ആ 4 പേര് വന്നിട്ട് പോരാ 4 പേരുടെ വേഷമായിട്ടതേ അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെയൊക്കെ എന്തിനാ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിരിക്കണത്? ഓരോരുത്തരെ കൊണ്ടുപോവാ എന്നും പറഞ്ഞ് പറഞ്ഞേക്കും. അവിടെ ചെല്ലുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ല എന്നും പറഞ്ഞ് വേറൊരാൾ വന്നിട്ടുണ്ടാവും. അതൊക്കെ എണീറ്റു. പതുക്കെ പറയൂ, ഇത് പാടില്ല. ആ ഭഗവാന്റെ ദൂതന്മാരെ നിന്ദിച്ച് ഒരക്ഷരം നമ്മൾ പറയരുത്. തെറ്റുപറ്റിയത് എനിക്കാണ്, നിങ്ങളുടെ യജമാനായിട്ട് ഇരിക്കേണ്ടത് ഞാൻ നിങ്ങളോട് ഇത് നേരത്തെ പറയണമായിരുന്നു. അജാമിളൻ എന്നല്ല, ആരെങ്കിലും ലോകത്തെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ നമുക്ക് അവകാശമില്ല. ഉറപ്പിച്ചോ? അത് ഉറപ്പിച്ച് എഴുതി വെച്ചോളൂ എല്ലാവരും. അതാണ് അജാമിളൻ്റെ കഥയുടെ അവസാനമായിട്ട് നാമമാഹാത്മ്യമായിട്ട് അന്തകൻ സകല ആളുകളെയും ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പം നമുക്കും ഒരു കാര്യം ഉറപ്പാണല്ലോ, ജനിച്ചു എന്ന് ഉറപ്പുണ്ടോ? അതുവേ അപ്പോൾ മറ്റത് ഉറപ്പല്ലേ, എന്ത് മരിക്കുമെന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു പിടിവള്ളി അത് തന്നിട്ട് ഞാൻ തോന്നരുത്. സാക്ഷാൽ ഭഗവാൻ അവിടുത്തെ പിടിവള്ളി നാമം അജാമിളമാഹാത്മ്യം അജാമിളമോക്ഷം എന്ന കഥയിലൂടെ നമുക്കും തന്നു. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ എന്ന് ഉറക്കെ ജപിക്കാനുള്ള അനുവാദം ഉണ്ണിഗണപതി നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ സമർപ്പിക്കട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.